നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ണമ്പർ വേലയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. ഒരു ചെറിയൊരു വ്ലോഗ് മാതിരി. നമുക്ക് വന്നിരിക്കുന്നത് എതിരെ വീട്ടിലാണ്. അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. എതിരെ ചിലമ്മമാരും പിന്നെ കസിൻസും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും മിക്കവാറും കാണാറ്. കാരണം ഞാനും ചിലപ്പോൾ പുറത്തായിരിക്കും. അപ്പോൾ ഈ പറയുന്ന വേലയുടെ സമയത്തായിരിക്കും ഞാനും എത്തുക. പിന്നെ അതുപോലെ ബ്രദറും ആളെത്തുമ്പോഴും ഇതേപോലെ ചിലപ്പം വൺസ് ഇൻ എ ഇയർ എന്ന നിലയ്ക്ക് ചിലപ്പോൾ വരും. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒത്തുകൂടലാണ് ഇത്. അവർ വർഷത്തിൽ ഒരു പ്രാവശ്യം മെയിനായിട്ടും എല്ലാ കുട്ടികളും കാണുന്നത്. കാരണം സ്കൂളൊക്കെ പൂട്ടിയിട്ട് ഇവരൊക്കെ എത്തുമ്പോൾ തന്നെ ഈ വേല പ്രമാണിച്ചായിരിക്കും മിക്കവാറും എത്തുക. അപ്പോൾ അത് അങ്ങനെ അവർ മാക്സിമം അവർ തമ്മിൽ സംസാരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറച്ച് പേര് ഒരുങ്ങി വന്നു. ഇനി അതൊക്കെ എല്ലാവരും ഒരുങ്ങി അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരു ഇതാണ്. കാരണം 10:30 നമുക്ക് അവിടെ 10 മണി 10:30 ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പറയെടുപ്പും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ അമ്പലത്തിലേക്കുള്ളൊരു യാത്രയാണ് ഈ കാണുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിൻ്റെ ആ വഴിയിലേക്ക് നമ്മളിങ്ങനെ അതിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ ഈട് വെടിക്കുള്ള സമയമായി. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് നടക്കുന്നത്. കാരണം ഈ ചടങ്ങ് ഒരു കണ്ണമ്പ്രയിലെ ഒരു പ്രമുഖ തറവാട്ടിൽപ്പെട്ട ഒരു ആൾക്കാർക്കാണ് ഇതിൻ്റെ അവകാശം. അപ്പോൾ അവരാണ് ഇതിൻ്റെ മേൽനോട്ടം നോക്കുന്നതും. വർഷങ്ങളായിട്ടുള്ള ഒരു ആചാരമാണത്. അപ്പോൾ ആ കുടുംബക്കാർ വന്നിട്ട് വേണം ഇതിൻ്റെ ചൂട്ട് കത്തിച്ച് അത് കൊടുക്കാനും. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങാണ് ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങിലേക്ക് പോവാം. ഈ ഈടുവടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണമ്പ്ര ശിവക്ഷേത്രത്തിൽ പഞ്ചവാദ്യം തുടങ്ങും. ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടില്ല, കാരണം അതിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ ഒരു ലിമിറ്റഡ് ഇതായതുകൊണ്ട് ഞാനത് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ വീഡിയോയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇരു ദേശങ്ങളുടെയും പകൽപ്പുരം ഏകദേശം കഴിയാറായി. അപ്പോൾ ആനകൾ മടങ്ങുന്നതാണ് ഇപ്പം കാണുന്നത്. 7 ആനകളുണ്ട്. 14 ആനകൾ വരും. അപ്പോൾ ഈ 7 ആനകളുടെയും ഓരോ ദേശത്തിൻ്റെയും ആനകളുടെ പകൽപ്പുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് രാത്രി പൂരം വരിക. അപ്പോൾ ഈ പകൽപ്പുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വെടിക്കെട്ടാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ചെറിയ തോതിലുള്ള വെടിക്കെട്ടേ ഉള്ളൂ ഇപ്രാവശ്യം. കാരണം തൃശ്ശൂർ നടന്ന ആ ഒരു പ്രശ്നം കാരണം വെടിക്കെട്ടുകളൊക്കെ വളരെ കുറവാണ്.
അപ്പോൾ രാത്രി വെടിക്കെട്ടെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഉപചാരം ചൊല്ലുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അത് പകൽപ്പൂരം മാതിരി രണ്ട് വിഭാഗക്കാരും പഞ്ചവാദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് തലേദിവസം നടന്ന അതേപോലെ തന്നെ വരും. കാവൽ വന്ന് രണ്ട് വിഭാഗക്കാരും കാവൽ വരും. കാവലൊരു കൂടിക്കാഴ്ചയൊക്കെ നടത്തി പിന്നെ അവസാനം ഉപചാരം പിരിയുന്ന ഒരു ചടങ്ങാണിത്. അപ്പോൾ ഇത് സാധാരണ എല്ലാം നമ്മുടെ കണ്ണമ്പ്ര, ശാനമംഗലം, അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ദേശക്കാരും ഒക്കെയാണ് ഇതിൻ്റെ കൂടുതലുമായിട്ട് വരുന്നത്. ഇരുദേശങ്ങളുടെയും ആനകൾ കാവിൽ കയറി എല്ലാവരും ദേവിയെ തൊഴുത് ഉപചാരം ചൊല്ലി പിരിയാനുള്ള ആ ഒരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആനകളെല്ലാം മൊത്തം 14 ആനകളുണ്ട്. ദേവിയെ തൊഴുത് അടുത്ത വർഷം കാണാമെന്ന് പറയുന്ന ഒരു ചടങ്ങാണിത്. ഇത് വല്ലാത്തൊരു ചടങ്ങാണ് ഈ പിരിഞ്ഞ് പോകുന്നത്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പാണേ. അപ്പൊ ഇനി യാത്രയില്ല എല്ലാവരോടും പോവാം. ഇനി വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അത് മോശ. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വേലയും കഴിഞ്ഞു. 2026 വേല അങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. വെടിക്കെട്ട് കുറവായിരുന്നു, അതൊഴിച്ച് ബാക്കിയെല്ലാം നന്നായി. അപ്പോൾ എല്ലാവരും പിരിയുകയാണ്, ഓരോരോ വീടുകളിലേക്ക് പിരിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഇതെല്ലാം ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്.